വെച്ച് കെട്ടി ഓണാക്കി. ഇത് +2 തലത്തിലുള്ളതെന്ന് പറഞ്ഞാൽ വിഷമമുള്ള ചോദ്യമാണ്. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഡിഫൈൻഡ് ബൈ എ ആർ ബി ഇഫ് മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. സെറ്റിന്റെ ചോദ്യമാണ് കേട്ടോ. എ ആർ ബി ഇഫ് ഇതൊക്കെ നമ്മൾ ആദ്യം കേൾക്കുക. ഇങ്ങനെ എ ആർ ബി റിലേഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ലെറ്റ് ആർ ബി ദ റിലേഷൻ ഡിഫൈൻഡ് ബൈ എ ആർ ബി ഇഫ് മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നിങ്ങൾ എ ആർ ബി എന്നല്ലേ വായിക്കുന്നത്? A or B if modulus A less than or equal to B, then capital R is option A reflexive, option B symmetric, option C transitive, option D antisymmetric. സെറ്റിൻ്റെ ആണ്. ഒരു 2015 മുമ്പുള്ള ചോദ്യമാണ്. എന്താണ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ? ഈ എയിലേക്കുള്ള റിലേഷൻസ്, അതേ സെറ്റിലേക്കുള്ള റിലേഷൻ ആർ ഈസ് എ റിലേഷൻ ഇൻ എ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓഡേഡ് പെർ എ ബി ആറിൽ ഉണ്ടാകണം എന്നാണ്. അല്ല, ആറിൽ ഉണ്ടാകണമെന്നല്ല, എ ക്രോസ് എയിൽ ഉണ്ടാവണം. എ ബി ആറിൽ ഉണ്ടാകണം. ഞാൻ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞേ? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആർ എ എന്നാണ്. ഫോർ എവരി എ എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എപ്പോഴും ആറിൽ ഉണ്ടാകണം എന്നാണ്. ഫോർ എവരി എ എലമെന്റ് ഓഫ് എ. സിമെട്രിക് എന്ന് പറഞ്ഞാലോ എ ആർ ബി ഇംപ്ലൈസ് ബി ആർ എ, അല്ലെങ്കിൽ ഓർ ഇതിന് പകരം എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെന്റ് ഓഫ് ആർ എന്നാണ്. ഇനി ആന്റിസിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആർ ബി ഈക്വൽ ടു ബി ആർ എ. എ ആർ ബി ആൻഡ് ബി ആർ എ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ എ ബി ആറിൽ ഉണ്ട്, തെളിയുന്നില്ല. എ ബി ആറിലുണ്ട്, ബി എയും ആറിലുണ്ടെങ്കിൽ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി എന്നാണ്. ഇതിന്റെ അർത്ഥം എന്നാണ്? ഇങ്ങനെ ഞാൻ കാണാതെ പഠിച്ചു വെച്ചു. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ അർത്ഥമേ. ഇതാരോട് ചോദിച്ചാലും അറിയത്തില്ല എന്നാണ്. ഇങ്ങനെ കാണാതെ പറയാൻ അറിയാം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയല്ലോ പഠിക്കുന്നത്. അല്ലെങ്കിൽ മനസ്സിലായോ എന്നറിയാൻ ഞാൻ ചോദിക്കാം. എ ഈക്വൽ ടു 1 2 3 ഇതിലെ ഒരു ആന്റിസിമെട്രിക് ആയിട്ടൊരു റിലേഷൻ പറഞ്ഞാൽ മതി. അത് പറയാൻ പറ്റിയെങ്കിൽ മനസ്സിലായെന്ന അർത്ഥം. ഈ സെറ്റ് എടുക്കുക എ, അതിലെ ഒരു ആന്റിസിമെട്രിക് ആയിട്ടുള്ള റിലേഷൻ പറഞ്ഞാൽ മതി. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടാകണം. ആർ ഈക്വൽസ് 1 2 2 3 1 2 ഉണ്ടെങ്കിൽ 2 1 കൂടെ ഉണ്ടാവണം. 2 3 ഉണ്ടെങ്കിൽ 3 2. ഇതാകുമ്പോൾ സിമെട്രിക് റിലേഷനാണ്. ഇതിൻ്റെ കൂടെ ഒരു 1 3 കൂടെ ഉണ്ടായിരുന്നെങ്കിലോ സിമെട്രിക് ആവുമോ? സിമെട്രിക് ആകണമെങ്കിൽ 3 1 കൂടെ അതിൻ്റെ കൂടെ വേണം. അപ്പം ഇത് വെട്ടിക്കളഞ്ഞാൽ അത് സിമെട്രിക് ആവും. അതില്ലെങ്കിൽ എന്താണ് ആന്റിസിമെട്രി എന്നാണ് ഞാൻ ചോദിച്ചത്. ഡെഫിനേഷൻ അതുപടി പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഒരു ആന്റിസിമെട്രിക് റിലേഷൻ പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ അത് മനസ്സിലായെന്നുള്ള അർത്ഥമാണ്.
ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എ ബി ഞാൻ ഈയിടെ കോട്ടയത്ത് ചെയ്തപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകൻ്റെ മകള് BSc പഠിക്കുന്നതാണ്. ഈ കമ്പ്യൂട്ടർ സയൻസോ മറ്റാണ്. ഇതൊക്കെ പഠിക്കാനുണ്ട്. ഈ ആൻറ്റിസിമെട്രി ഞാൻ അവളോട് ചോദിച്ച് എന്നാന്ന് അറിയത്തില്ല, ടീച്ചറിനും അറിയത്തില്ലെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, അവരിത് കാണാതെ ഇത് പഠിപ്പിക്കുകയാണ്. ഞാൻ ഇന്നാളെ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ച് കാണത്തില്ല. എനിക്ക് നേരത്തെ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഈ ആൻറ്റിസിമെട്രി ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞതേ അല്ല, മറ്റേ കാര്യം പറഞ്ഞതല്ല പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞ ടീച്ചർക്കും അറിയത്തില്ല ഞങ്ങൾ ചോദിച്ചിട്ട്, അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. പുസ്തകത്തിലെ ഡെഫിനിഷൻ അതേപടി പറയുകയാണ്. അല്ല, ഇതിനകത്തൊരു ആൻറ്റിസിമെട്രിക്കായുള്ളത് പറഞ്ഞേ, ഒന്നും എന്തെങ്കിലും പറയാം തെറ്റായാലും. 1-1 1 എന്നാണ് പറഞ്ഞത്. അല്ല അതല്ലാതെ ഞാൻ വേറൊന്ന് പറയാം. 1 2 1 2 2 2 2 1 ഇത് ആൻറ്റിസിമെട്രിക് ആണോ എന്ന് പറഞ്ഞാൽ മതി. ഇത് സിമെട്രിക് ആണോ? അല്ല, 2 3 കൂടെ ഇത് സിമെട്രിക് ആണോ? അല്ല, എന്താ കാരണം? 2 3 ഉണ്ട്, 2 2 ഇല്ല. അല്ലേ, ആൻറ്റിസിമെട്രിക് ആണോ? അല്ലെങ്കിൽ സിമെട്രിക് അല്ലാത്തതിനാണോ ആൻറ്റിസിമെട്രിക് എന്ന് പറയുന്നത്? അങ്ങനെയാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ചിലത് ആൻറ്റി പറയുന്നത് ഓപ്പോസിറ്റ് സെൻസിലല്ലേ. അപ്പോൾ സിമെട്രിക് അല്ലാത്തതിനാണ് ആൻറ്റിസിമെട്രിക് എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ ഇത് ആൻറ്റിസിമെട്രിക് ആണോ? അല്ലെങ്കിൽ കാരണം പറയണം. ഒന്നും മിണ്ടുന്നില്ല. 2 2 1 2 ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ മനസ്സിലാവാത്തത്. ഇതിന് പകരം ഇത് സെറ്റാന്നല്ല പറഞ്ഞത്, മനസ്സിലാകാത്ത പറയാം. ഇത് ഇപ്പൊ എ ബിയും ബി എയും കൂടെ ആറിലുണ്ടെങ്കിൽ A = B എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ആയിട്ട്, ഓർ ഇഫ് A ≠ B then A or B implies B not or A. A or B അല്ലെങ്കിൽ എ ബി ആറിൽ ഉണ്ടെങ്കിൽ ബി എ ആറിൽ കാണത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. 1 2 ഉണ്ടെങ്കിൽ 2 1 പാടില്ല. അങ്ങനെ വരുന്നില്ലേ? 1 2 2 1 കൂടെ വന്നില്ലേ? അതുകൊണ്ട് ഇത് ആൻറ്റിസിമെട്രിക് അല്ല, സിമെട്രിക്കും അല്ല. കാരണം 2 3 ഉണ്ടെങ്കിൽ 3 2 കാണണം. അപ്പോൾ അതുകൊണ്ട് ഇത് സിമെട്രിക്കും അല്ല, ആൻറ്റിസിമെട്രിക്കും അല്ല. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സിമെട്രിക് അല്ലാത്തതിനെയാണ് ആൻറ്റിസിമെട്രിക് എന്ന് വിളിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല, സിമെട്രിക് അല്ലാത്തത് കൊണ്ട് മാത്രം ഇതാണെങ്കിൽ, ഇത്രയേ ഉള്ളെങ്കിൽ ഇത് സിമെട്രിക് ആണ് അല്ലേ? അല്ല, സിമെട്രിക് ആണ്, പക്ഷേ ആൻറ്റിസിമെട്രിക് അല്ല. കാരണം 1 2 ഉണ്ടെങ്കിൽ 2 1 പാടില്ല. അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല എന്താണ്. അങ്ങനെ വേണമെങ്കിലും പറയാം, 1 2 2 1 ഇല്ലേ, പക്ഷെ 1 2 തുല്യ അല്ല. അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല, മനസ്സിലാവുന്ന മറ്റതല്ലേ, ഇതല്ല മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഫോറിൻ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എഴുതത്തത് മനസ്സിലാകത്തക്ക രീതിയിൽ ആരും എഴുതത്തില്ല. അത് കോപ്പി അടിച്ച് ഇവരും ഇങ്ങനെ എഴുതുന്നവനും ഇതെന്നാന്നറിയത്തില്ല. ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കുകാരുടെ കാര്യമാണ് പറഞ്ഞതല്ലാതെ
ഒറിജിനൽ ആളുകളുടെ കാര്യമല്ല, അവർക്കെല്ലാം അറിയാം, അവരെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെയുള്ള എഴുത്തുകാരെയും അധ്യാപകരെയാണ് പറയുന്നത്. അവരൊന്നും മനസ്സിലാക്കാതാണ് എഴുതുന്നത്. ഞാനിപ്പം കോളേജിലെ കാര്യമല്ല പറഞ്ഞത്. ഇത് ഏറ്റുമാനൂരുള്ള കോളേജാണ്, ഏറ്റുമാനൂരപ്പൻ കോളേജ് എന്നും പറഞ്ഞ ഒരു കോളേജുണ്ട്, അൺഎയ്ഡഡ്. അവിടെ പഠിക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞ ആള് ഇതാണ്. BCA അങ്ങനെ കണ്ട് പഠിക്കുന്നത്, അത് കമ്പ്യൂട്ടർ സയൻസാണ്, അങ്ങനെ കണ്ട് BSc പഠിക്കുന്നത്. ഇവർ ചോദിച്ചപ്പോൾ അവർക്കും അറിയത്തില്ല എന്നാന്ന്. പിന്നെ പുസ്തകം നോക്കി അത് ഞാൻ ഓട്ടങ്ങ് കൊടുക്കും. അപ്പോൾ ഇതാണ് ആൻറ്റിസിമെട്രി. ഇനി ട്രാൻസിറ്റിവിറ്റി ഉണ്ടോ ഇതിനകത്ത്? എന്നാലും പറഞ്ഞേക്കാലോ, ഉണ്ട് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? AB എലമെൻ്റ് ഓഫ്, ഒന്നും തെളിയുന്നില്ല, മഷി ഒഴിച്ചതാണ് ഇന്ന്. AB element of R and BC element of R implies AC element of R എന്നാണ്. അല്ലെങ്കിൽ or ARB and BRC implies ARC. ഇതിൽ ഫസ്റ്റും അല്ലെങ്കിൽ ഇതിൽ സെക്കൻഡും ഇതിൻ്റെ ഫസ്റ്റും കൂടെ ഒരുപോലെ വരണം. അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റും ഇതിൻ്റെ തേർഡും കൂടെ സെക്കൻഡും കൂടെ വരുന്നത് ആറിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അത്രയൊന്ന് എഴുതുക, എന്നിട്ട് ഇതിൻ്റെ ആൻസർ പറയാം. റിലേഷൻ തൊട്ടങ്ങ് പറയാം. ഇനിയിപ്പോൾ ഇത് പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, പിന്നീട് ഇതൊക്കെ വേണ്ടതാണ്. റിലേഷൻസ് എന്ന് എഴുതാം ആദ്യം. റിലേഷൻ അത് എന്നാന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല. റിലേഷൻ എയും ബിയും രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ റിലേഷൻ ഫ്രം A to B എന്ന് പറഞ്ഞാൽ A ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിനെയും റിലേഷൻ ഫ്രം A to B എന്ന് പറയാം. A ക്രോസ് ബിയിൽ ഓർഡേർഡ് പെയർസ് അല്ലേ വരുന്നത്. അപ്പോൾ A ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിനെ റിലേഷൻ ഫ്രം A to B എന്ന് പറയും. അപ്പോൾ AB അതിലെ ഓർഡേർഡ് പെയർസ് ആണ് വരുന്നത്. AB എലമെൻ്റ് ഓഫ് R ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, ARB, A റിലേറ്റഡ് ടു B എന്ന് വായിക്കും. പിന്നെ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള റിലേഷൻ, Aയിൽ നിന്ന് Bയിലേക്കുള്ള കാര്യമല്ലേ പറഞ്ഞത്, അതിന് വരെ Aയിൽ നിന്ന് Aയിലേക്കുള്ള റിലേഷൻ ഫ്രം A to A എന്നല്ലേ പറയേണ്ടത്. അത് ചുരുക്കി റിലേഷൻ ഇൻ A എന്ന് പറയും. ഈ റിഫ്ലെക്സിവിറ്റി ഒക്കെ അങ്ങനെ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള കാര്യമാണ് പറയുന്നത്, രണ്ട് ഡിഫറൻറ്റ് സെറ്റ്സിലെ കാര്യം അല്ല പറയുന്നത്. അപ്പോൾ ആദ്യം അത് റിലേഷൻ എഴുതണം, റിലേഷൻസ് എന്ന് എഴുതുക. Let A and B be any two sets. 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 Any subset of A cross B, any subset of A cross B is called a relation from A to B. Is called a relation from A to B. ഇനി അടുത്ത, if capital R is a relation from A to B, capital R is, if capital R is a relation from A to B, and if ordered per AB element of R, then we write ARB. വായിക്കുന്ന A is related to B. ഇനി if AB is not an element of R, then we write ARB എന്നൊരു വെർട്ടിക്കലായിട്ടൊരു വെട്ടിയാൽ മതി. അതായത് AB ആറിൽ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത സെൻറ്റൻസ് ആയിട്ട് A relation from A to A. A relation from A to A. Relation from A to A is called a relation in A. Is called a relation in A. ഇനി ടൈപ്സ് ഓഫ് റിലേഷൻസ്, അതായത്
types of relations. Types of relations. Types of relations. A relation capital R, a relation capital R in a set capital A, in a set capital A is said to be reflexive, is said to be reflexive, is said to be reflexive, said to be reflexive if A or A for every A element of A. That is, എന്ന് പറഞ്ഞാൽ A element of R എന്നാണ്. A element of R for every A element of A. അതാണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ടെന്ന് എഴുതിയിട്ട് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ. മറ്റേ റിഫ്ലെക്സീവ് ഹെഡിങ് എഴുതിയില്ലായിരുന്നു, എഴുതിയിട്ടുണ്ടോ? അത് മുകളിൽ എഴുതിയല്ലേ, മുമ്പത്തെ ഡെഫിനേഷന് മുകളിലെ, കാരണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ആ ഇത് മാത്രം, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടെങ്കിലേ. മുമ്പത്തെ ഡെഫിനേഷൻ മുകളിൽ റിഫ്ലെക്സീവ് റിലേഷൻ, ഇപ്പോൾ രണ്ടാമത്തേത് സിമെട്രിക് റിലേഷൻ എഴുതുക. സിമെട്രിക് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, symmetric relation. A relation R in capital A, a relation capital R in A is said to be symmetric, is said to be symmetric if A or B implies B or A. ഈ പുസ്തകത്തിലൊക്കെ നോക്കുമ്പോൾ ഫോർ എവരി എ ബി എലമെൻ്റ് ഹാർന്ന് എ എന്നും കൂടെ എഴുതി വെക്കൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലാതെ ഒരു വാക്ക് പോലും എഴുതേണ്ട കാര്യമില്ല. എ ബി എലമെൻ്റ് ഓഫ് ആർ അല്ലേ, എ ബി എലമെൻ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻ്റ് ഓഫ് ആർ അല്ല, അങ്ങനെയാണോ പറഞ്ഞത്? എ ആർ ബി ഇംപ്ലൈസ് ബി ആർ എ, ദാറ്റ് ഈസ് എ ബി എലമെൻ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻ്റ് ഓഫ് ആർ. എ ബി എലമെൻ്റ് ഓഫ് ആർ implies B A element of R. മൂന്നാമത്തേത് ആൻറ്റിസിമെട്രിക് റിലേഷൻ. മൂന്നാമത്തെ ആൻറ്റിസിമെട്രിക് റിലേഷൻ. A relation R in the set capital A, a relation R in the set capital A is said to be antisymmetric, said to be antisymmetric if A R B and B R A, A R B and B R A implies A equals B, or A B element of R and B A element of R implies A equals B. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവർ ഫോറിൻ ഓതേഴ്സ് എഴുതത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. അത് അതേപടി പകർത്തി കഴിഞ്ഞാൽ വായിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. ഓർ ഇക്വലൻ്റ്ലി if A not equal to B, എന്താ താമസിച്ച്? അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്, മാസ്ക്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും മാസ്ക് ഒന്നും വേണ്ട. വേണമായിരുന്നു ആദ്യം. ഞാൻ ആദ്യം കിടന്നപ്പോൾ അവിടെ മാസ്കൊക്കെ വേണമായിരുന്നു. ഇപ്പം ചെല്ലുമ്പോൾ ഒന്നും വേണ്ട. ഡോക്ടർ പോലും വെക്കുന്നില്ല. പണ്ട് ഈ കോവിഡിന് മുമ്പേ ഇത് വെച്ച് കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു അനുകമ്പ തോന്നി. ഇങ്ങനെയുള്ളവരെ കാണും. അനുകമ്പയാണോ ദേഷ്യമാണോ എന്നറിയത്തില്ല. പണ്ടേ കോവിഡിന് മുമ്പ്
ചിലർ ട്രെയിനിലൊക്കെ ഇത് വെച്ച് വരുന്നത് കാണാം, ട്രെയിനിലും ബസ്സിലൊക്കെ, അല്ലാതെ കാണത്തില്ലായിരുന്നു. മറ്റേത് കോവിഡ് തുടങ്ങിയ പിന്നെ എല്ലാവരും ഇതല്ലേ. ഞാൻ വെക്കത്തില്ലായിരുന്നു. ഞാൻ പബ്ലിക് ചിലയിടത്ത് അല്ല ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ വെക്കാൻ എല്ലാവരും കയറ്റത്തില്ല, അന്നേരം എടുത്ത് വെക്കും, അല്ലാതെ വെക്കത്തില്ല. എനിക്കിതൊക്കെ ദേഷ്യമാണ്. അല്ലാതെ ഒരു കാര്യവും ഇല്ല. എന്നാ വെച്ചാലും ഇതൊക്കെ ചുമ്മാതെ, ഇതെല്ലാം ഒരു തട്ടിപ്പാണ്. ഈ പറഞ്ഞ സാധനം വിൽക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്കാരെ ഗവൺമെന്റിന് കൈക്കൂലി കൊടുക്കും. ഇതൊന്നും നിങ്ങൾ പറയണം, നിങ്ങൾക്ക് ഞങ്ങൾ 50 ലക്ഷം രൂപ തരാം, മന്ത്രിക്ക് വല്ല നഷ്ടമാണ്, ചുമ്മാ കിട്ടുന്നതാണ്. കമ്പനിക്ക് നഷ്ടമില്ല, അവന്മാർ 1 രൂപയുടെ 15 രൂപയ്ക്ക് വിൽക്കും. അപ്പം അവർക്കും ലാഭമല്ലേ, മുഴുവൻ പേര് ഇത് വാങ്ങിക്കും. ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത്. നമ്മൾ ആയുസ് മുഴുവൻ ജോലി ചെയ്താലും ഇത്രയും പൈസ കിട്ടത്തില്ല. ഇവന്മാർക്ക് ചുമ്മാ അത് ഒരു നിമിഷം കൊണ്ടാണ്. ഞാൻ 50 ലക്ഷം എന്ന് 50 ലക്ഷമൊന്നും അല്ല കിട്ടുന്നത്, കോടിക്കണക്കിനാണ് കിട്ടുന്നത്. അല്ല ഇതൊന്നും വെച്ചിട്ടൊന്നും കോവിഡ് വരുന്നത് വരും, വെറും തട്ടിപ്പാണ്. അല്ല ഇതിനെ പറഞ്ഞതാണ് ഇപ്പോൾ എഴുതി നിർത്തിയത്. ഓർ ഈക്വലൻ്റ് എവിടെ ഇതോ, ഇതേതാ എഴുതിയിരിക്കുന്നത്? ഇതോ അല്ല ഇതില്ലേ? Or equivalently, R is antisymmetric if R is antisymmetric if R is antisymmetric if A not equal to B, then A or B implies B not RA. അത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എ ബി ഉണ്ടെങ്കിൽ ബി എ പാടില്ല എന്നാണ്. എയും ബിയും തുല്യമല്ലെങ്കിൽ. മറ്റേ പറഞ്ഞാൽ അത്രയും മനസ്സിലാവുമോ? ഒട്ടും മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ or AB element of R implies BA not in R. കണ്ടുവന്നാണല്ലോ. ഇതാണ് ആൻറ്റിസിമെട്രി എന്ന് പറയുന്നത്. ആൻറ്റിസിമെട്രി എന്ന് പറഞ്ഞാൽ എയും ബിയും തുല്യം അല്ലെങ്കിൽ എ ബിയോട് റിലേറ്റഡ് ആണെങ്കിൽ ബി എയോട് റിലേറ്റഡ് ആവരുത്, അല്ലെങ്കിൽ എ ബി ആറിലുണ്ടെങ്കിൽ ബി എ ആറിൽ ഉണ്ടാവരുത്. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. എ ബി തെറ്റാന്നല്ല പറഞ്ഞത്, അത് കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി എ എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ ഈക്വൽസ് ബി എന്നാണ്. അത് തെറ്റാന്നല്ല, അത് ശരിയാണ്. പക്ഷെ അത് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവത്തില്ല. അതിന് പകരം എയും ബിയും തുല്യം അല്ലെങ്കിൽ എ ബി എ ബിയോട് റിലേറ്റഡ് ആണെങ്കിൽ ബി എയോട് റിലേറ്റഡ് ആവരുത് എന്നാണ്. അത് തന്നെയാണ് മറ്റേ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പിടികിട്ടത്തില്ല. നിങ്ങളൊക്കെ നേരത്തെ ഇതുവല്ലം മനസ്സിലായിട്ടുണ്ടോ? ആൻറ്റിസിമെട്രി കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അല്ല അതുപടി കാണാതെ പഠിക്കും. മനസ്സിലായിട്ടില്ല, ഒരുത്തർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പം മനസ്സിലായില്ലേ? അസിമെട്രി എന്ന് വാക്കില്ല ഇതിനകത്തില്ല. ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതാണ് ഈ പറയുന്നതിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ. രണ്ടും ഒന്ന് തന്നെയാണ്, അത് തിരിച്ചു പറഞ്ഞിരിക്കുന്നതാണ് ഇത്. ഇങ്ങനെ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അത് ഈ ഫോറിൻ ഓതേഴ്സ് ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഒരിക്കലും എഴുതത്തില്ല. ഇവിടെയുള്ളവർക്ക് അത് പകർത്തി വെക്കത്തേ ഉള്ളൂ. അവർക്കും മനസ്സിലായിട്ടില്ല, പകർത്തുന്നവനും ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ അടുത്ത് ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ ഇത് ദുരന്തം കൂടുതൽ മനസ്സിലായില്ലെന്നുള്ളത് പോലും പലർക്കും മനസ്സിലായിട്ടില്ല. എനിക്കിത് മനസ്സിലായിട്ടില്ലെന്നേ അവരവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം ഇതാണ് ഡെഫിനിഷൻ എന്ന് കാണാതെ പഠിക്കുകയാണ് അല്ലേ. ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുള്ളത് മനസ്സിലായത്.
പരീക്ഷയ്ക്ക് ഇത് വന്നാൽ അത് എവിടെയും കഴിയാ പോരെ. നോക്കുന്നവർ ഈ തരത്തിലുള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ ഡെഫിനേഷൻ ചോദിച്ചത് എഴുതിയാൽ മാർക്ക് കിട്ടുമല്ലോ. അല്ലാതെ ചോദ്യം വരുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. ഞാൻ അടുത്ത ഹെഡിങ് ആയിട്ട് ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ. A relation R in A is said to be transitive if relation R in A is said to be transitive if AB element of R and BC element of R implies AC element of R, or ARB and BRC implies ARC. അതായത് ഒരെണ്ണത്തിൽ സെക്കൻഡ് കോർഡിനേറ്റ് അടുത്തതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തേൻ്റെ ഫസ്റ്റും രണ്ടാമത്തേൻ്റെ സെക്കൻഡും കൂടെ ചേരുന്ന കോർഡിനേറ്റ് പെയറും അതിനകത്ത് ഉണ്ടാവണം എന്നാണ്. ഇതാണ് ഈ ട്രാൻസിറ്റീവിൻ്റെ അർത്ഥം. ഈ ചോദ്യം എഴുതിയില്ലല്ലോ, നമ്മൾ വരുന്നതിന് മുമ്പല്ലേ പറഞ്ഞു. അല്ല, ഇവര് എഴുതാൻ. ഇതാണ് ചോദ്യം. ഏതിന്? അത് ഞാൻ പറയാൻ ഇരുന്നതാണ്, പിന്നെ അത് വിട്ടുപോയി. ക്വസ്റ്റ്യനായിട്ട് പറയാൻ അല്ല വേണമെങ്കിൽ ഇവർ എഴുതട്ടെ. എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ വരട്ടെ, ഇത് എഴുതിയിട്ട് മതി. എക്സാമ്പിൾസ് എന്ന് എഴുതിയാൽ മതി. എല്ലാത്തിനും എഴുതണം, റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് എല്ലാത്തിനും. സിമെട്രിക്, ആൻറ്റി സിമെട്രിക്ക് മാത്രം മതിയോ? എക്സാമ്പിൾ എഴുതിയിട്ട് ലെറ്റർ എ ഈക്വൽസ് 1 2 3, R ഈക്വൽസ് 2 3 3 2 1 2 is a relation in A. R is not symmetric since സിമെട്രിക് അല്ലാത്തതിൻ്റെ കാരണം എന്താണ്? 1 2 ആറിലുണ്ടെങ്കിൽ 2 1 വേണ്ടേ? പക്ഷേ അതില്ല. പിന്നെ ആൻറ്റി സിമെട്രി എന്ന് പറഞ്ഞാലോ, എ ബി ഉണ്ടെങ്കിൽ ബി എ പാടില്ല. 2 3 ഉണ്ടെങ്കിൽ 3 2 വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് ആൻറ്റി സിമെട്രിക്കും അല്ല. അപ്പോൾ സിമെട്രിക് അല്ലാത്തതിനെ അല്ല ആൻറ്റി സിമെട്രിക് എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ അങ്ങനെയല്ലേ പറയുന്നത്, ആൻറ്റിയും ഒക്കെ പറയുമ്പോഴേ നേരെ വിപരീതത്തിനല്ലേ. ഇത് അങ്ങനെയല്ല. ഇനി ആർ ഈസ് നോട്ട് ആൻറ്റി സിമെട്രിക് സിൻസ് 2 3 element of R and 3 2 element of R. ഇത് രണ്ടും കൂടെ പാടില്ല. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അത് ആൻറ്റി സിമെട്രിക് ആവത്തില്ല. ഇനി വേറൊന്നുകൂടെ പറയാം സിമെട്രിക് ആവുന്നതിനെ. R ഈക്വൽസ് 2 3 3 2 1 2 2 1 എന്നാണെങ്കിലോ ഇത് സിമെട്രിക് ആണല്ലേ. ഈസ് സിമെട്രിക്. അത് ഞാൻ റീസണിങ് എഴുതുന്നില്ല. റീസണിങ് എഴുതാൻ 1 2 3 ഉണ്ടെങ്കിൽ 3 2 കാണണം. അതുകൊണ്ടല്ലോ 1 2 ഉണ്ടെങ്കിൽ 2 1 കാണണം. പക്ഷേ ഇത് ആൻറ്റി സിമെട്രിക് ആവുമോ? അല്ല, അതെ, ആൻറ്റി സിമെട്രിക് ആവത്തില്ല ഇല്ലേ. കാരണം 2 3 3 അതിനെ ഒന്നുകൂടെ എഴുതണ്ട. 2 3 3 2 കൂടെ ഒന്നിച്ച് വരാൻ പാടില്ല. കൂടുതൽ എക്സാമ്പിൾ എഴുതുന്നില്ല. ഇതുപോലെ ആൻറ്റി സിമെട്രിക് ആയിട്ടുള്ളതിനെ ഇനി എഴുതണം. ഇത് 2 3 ഉണ്ടെങ്കിൽ 3 2 പാടില്ല. അതില്ലല്ലോ. 2 3 1 ഉണ്ടെങ്കിൽ 1 3 പാടില്ല. പിന്നെ 1 1 തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് തുല്യമാകുന്നത് നോക്കണ്ട, തുല്യം അല്ലാത്തതാണ് നോക്കേണ്ടത്. അപ്പം ഇത് ആൻറ്റി സിമെട്രിക് ആയിരിക്കും. ഈസ് ആൻറ്റി സിമെട്രിക്. റീസണിങ് എഴുതണം.
ഏ ഇത് സിമെട്രിക് അല്ല. അല്ല, ആന്റിസിമെട്രിക് ആയിട്ടുള്ള ഒരിക്കലും സിമെട്രിക് ആവത്തില്ല, തിരിച്ചല്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആന്റിസിമെട്രിക് ആണെങ്കിൽ ഒരിക്കലും സിമെട്രിക് ആകത്തില്ല. കാരണം ആന്റിസിമെട്രി എന്ന് രണ്ടും കൂടെ വരരുതെന്നല്ലേ, അതുകൂടെ വരണമെന്നല്ലേ സിമെട്രി. അപ്പൊ ആന്റിസിമെട്രിക് ആയിട്ടുള്ള ഒരിക്കലും സിമെട്രിക് ആവത്തില്ല. പക്ഷെ സിമെട്രിക് അല്ലാത്തത് ചിലപ്പോൾ ആന്റിസിമെട്രിക് ആയിട്ടും വരാം, ആന്റിസിമെട്രിക് അല്ലാതെ വരാം. അതെ അതെ അതെ, നോക്കട്ടെ. 1 1 2 2 എന്നല്ലേ പറഞ്ഞേ? അത് സിമെട്രിക് ആണ്. കാരണം 1 1 തിരിച്ചിട്ടാ 1 1 തന്നെയാണ്, 2 2 തിരിച്ചിട്ടാ അത് തന്നെ. അപ്പൊ സിമെട്രിക് ആണ്. ആന്റിസിമെട്രിക്കും ആണ്. അതെ, മുമ്പേ ഞാൻ പറഞ്ഞത് തെറ്റാണ്. ആന്റിസിമെട്രിക്കും സിമെട്രിക് ആയിട്ടും വരാം, രണ്ടും അല്ലാതെയും വരാം. അതെ അതെ, അതുകൂടെ വേണമെങ്കിൽ എഴുതിക്കാം. ഞാൻ സംശയം തീരുക എഴുതിക്കഴിഞ്ഞു. ഇത് ആന്റിസിമെട്രിക് ആണ്. R ഈക്വൽസ് ഈസ് സിമെട്രിക് ആൻഡ് ആന്റിസിമെട്രിക്. അത് ഈ പുസ്തകത്തിലെ ഡെഫിനേഷൻ അതേപടി തന്നാലാണ് ഈ മനസ്സിലാവാതെ വരുന്നത്. അവരെപ്പോഴും ഏറ്റവും കടുപ്പത്തിലേ അവരെഴുതത്തുള്ളൂ, ഫോറിൻ ഓതേഴ്സ്. ആർക്കും അവരങ്ങനെ മനഃപൂർവ്വം അങ്ങനെ പറയുന്നതായിരിക്കത്തില്ല, അവർക്കിതൊക്കെ ചെളു കേസുകളാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതുന്നതായിരിക്കും, അല്ലാതെ ആളുകൾ മനസ്സിലാകരുതെന്നുള്ള ശാഠ്യമൊന്നും കാണത്തില്ല. അവരുടേതായ രീതിയിലേ അവരെഴുതത്തുള്ളൂ. ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ ചോദ്യം എഴുതുകയാണ്. മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. അത് ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? റിഫ്ലെക്സീവോ? റിഫ്ലെക്സീവ് എന്നാണോ? റിഫ്ലെക്സീവ് ആണോ? അല്ലെങ്കിൽ കാരണം പറയണം. എന്നെ കണ്ടില്ലേ? ചോദ്യം എഴുതി, ഉത്തരം എഴുതണ്ട. ഇത്ര ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. അല്ല, അത് റിഫ്ലെക്സീവ് ആണോന്ന് ഞാൻ ചോദിച്ചത്. റിഫ്ലെക്സീവ് ആവുന്ന എപ്പോഴാണ്? ARA എന്ന് പറയുമ്പോൾ ARBയുടെ അർത്ഥം എന്താണ്? മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ റിഫ്ലെക്സ് ARA ശരിയാകണമെങ്കിൽ എന്താണ്? മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. നെഗറ്റീവ് ആവുകയാണെങ്കിൽ, ഇപ്പം -3 ആണെങ്കിൽ മോഡുലസ് എ എത്രയാണ്? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ആണോ? അല്ല. പക്ഷെ പോസിറ്റീവ് ആണെങ്കിൽ ശരിയാണ്, ഈക്വാലിറ്റി വരും. പക്ഷെ നെഗറ്റീവ് ആകുമ്പോൾ ചീറ്റിപ്പോകത്തില്ലേ? അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല എന്നാണ്. ഇഫ് A ഈസ് ലെസ് ദാൻ 0, then മോഡുലസ് എ ഈക്വൽ ടു -a അല്ലേ? അപ്പോൾ മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്നല്ലേ കിട്ടേണ്ടത്? ഈസ് ഫോൾസ് എന്ന് കിട്ടും അല്ലേ? സോ R ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനിയുള്ളത് സിമെട്രിക് ആണോ എന്നുള്ളതാണ്. സിമെട്രിക് ആണോ എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. സിമെട്രിക് ആകാൻ കണ്ടീഷൻ എന്താണ്? ARB ഇംപ്ലൈസ് VRA ആണ്. അങ്ങനെയാണോ എന്ന് നോക്കിക്കോ. അല്ലെങ്കിൽ കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞാൽ മതി. സിമെട്രി എന്ന് പറഞ്ഞാൽ എല്ലാ പേരിനും വേണം, അല്ലാതെ ഏതെങ്കിലും ഒന്നിനും മാത്രം പോരാ.
ഈ അത് സിമെട്രിക് ആണോ ഇത്? അല്ലെങ്കിൽ എക്സാമ്പിൾ പറ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. ശരിയാണ്. അപ്പം സിമെട്രിക് അല്ല. R is not symmetrical. അതിൻ്റെ കാരണം 2 or 3 സിൻസ് 2 ലെസ് ദാൻ 3 അല്ലേ? സിൻസ് 3 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 3 or 2 എന്നുള്ളത് തെറ്റായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം സിമെട്രിക് അല്ലെന്നാണ്. സോ R ഈസ് നോട്ട് സിമെട്രിക്. അത് നോട്ട് സിമെട്രിക് എന്നാണ്. അതിൻ്റെ കാരണമാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അതെ, നോട്ടെന്നാണ്. ഇനി ട്രാൻസിറ്റിവിറ്റി ആണ് നോക്കേണ്ടത്. ട്രാൻസിറ്റീവ് ആണോ? അങ്ങനെയാണ് കിട്ടിയത്. ഈശ്വലിങ് വേണ്ടേ? ഈ എക്സാമ്പിൾ ഒന്നും വിട്ട് പറഞ്ഞാൽ പറ്റത്തില്ല, അല്ലാതെ പ്രൂഫ് വേണം. ARB and BRC അല്ലേ ഇംപ്ലൈസ് ARC തെളിയിക്കണം. ഇതിൻ്റെ അർത്ഥം മോഡുലസ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്നാണ് അല്ലേ? ആൻഡ് മോഡുലസ് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C. അത് ARCയുടെ അർത്ഥം എന്നാണ്? മോഡുലസ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു C. അങ്ങനെ എഴുതാൻ പറ്റുമോ? കാരണം എഴുതാൻ പറ്റുമെങ്കിൽ പറയാം. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയണ്ട. മോഡുലസ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഒരു നമ്പർ എപ്പോഴും അതിൻ്റെ മോഡുലസിനേക്കാൾ ചെറുതായിരിക്കും അല്ലേ? ചെറുതോ തുല്യമായിരിക്കും അല്ലേ? അത് ശരിയല്ലേ? അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C അല്ലേ ഇവിടുന്ന്? ബൈ 1 ഇംപ്ലൈസ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള കളഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ അർത്ഥം തന്നെയാണ് ARC എന്നല്ലേ? അതിൻ്റെ അർത്ഥം ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന റിഫ്ലക്സിവിറ്റി ഉണ്ട്, അത് തെറ്റാണ്. സിമെട്രി ഉണ്ട്, അത് തെറ്റാണ്. ട്രാൻസിറ്റീവ് ശരിയാണ്. അപ്പോൾ ഉത്തരം ട്രാൻസിറ്റീവ്. പക്ഷേ വേറെ ഉത്തരവുണ്ട്. അവന്മാർ ട്രാൻസിറ്റീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഈ ചോദ്യം ഇട്ടവനും ആൻറ്റിസിമെട്രി എന്നാന്ന് അറിയാൻ മേലെന്നാണ്. ഇത് ആൻറ്റിസിമെട്രിക് ആയിരിക്കും. അത് പറയാം എങ്ങനെയാണ്. അത് കൊടുത്തില്ലെങ്കിൽ അവന്മാർക്കത് മനസ്സിലായിട്ടില്ലെന്ന് തന്നെയല്ലേ? ആൻറ്റിസിമെട്രിക് ഉണ്ട്. സെറ്റിന് ഒരു 13 കൊല്ലം മുമ്പ് ചോദിച്ച ചോദ്യം. 13 12 കറക്റ്റ്. അവർ ഇതനുസരിച്ച് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. കാരണം 2 ഉത്തരം വരാൻ പാടില്ല ഒബ്ജക്റ്റീവ് ടൈപ്പിന്. ഇല്ല, അവർ ട്രാൻസിറ്റീവ് എഴുതിയവർക്ക് മാർക്ക് കൊടുത്തു. എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ, എഴുതിയൊന്നും എനിക്കറിയത്തില്ല. ട്രാൻസിറ്റീവ് ആണെന്നുള്ളതിന് പറയാൻ കാരണം പറയാം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആൻറ്റിസിമെട്രിക് എന്ന് പറഞ്ഞാൽ ARB ആൻഡ് BRA ഇംപ്ലൈസ് A ഈക്വൽസ് B എന്നാണല്ലോ.
മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് മോഡുലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കിട്ടും. ഈ മോഡുലസ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ലല്ലോ. ഇത് നെഗറ്റീവ് ആവുമോ? അപ്പോൾ ബി നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല, കാരണം മോഡുലസ് എ ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. സിൻസ് മോഡുലസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗെറ്റ്, അപ്പോൾ എന്ത് കിട്ടും? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ മോഡുലസ് ബി എത്രയായിരിക്കും? ബി തന്നെയല്ലേ? ഇത് വേണേ 1, ഇത് 2 എടുക്കുക. അപ്പോൾ 2 എന്തായിട്ട് മാറും? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കിട്ടും ഇല്ലേ? ഇനി മോഡുലസ് ബി പോസിറ്റീവ് അല്ലേ? നെഗറ്റീവ് ആകത്തില്ലല്ലോ. അപ്പോൾ ആൻഡ് മോഡുലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ബി ഗെറ്റ്. എ നെഗറ്റീവ് ആകാൻ നോക്കുമോ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ മോഡുലസ് എ എത്രയായിരിക്കും? എ അല്ലേ? അപ്പോൾ ഈ 1 എന്താവും? ഇത് വേണമെങ്കിൽ 3 എന്നിട്ടോളെ. 1 എന്താവും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താവും? എ ഈക്വൽസ് ബി എന്ന് കിട്ടും. അതല്ലേ ആൻറ്റിസിമെട്രിയുടെ ഡെഫിനേഷൻ. അപ്പോൾ ആൻറ്റിസിമെട്രിക്കാണ്, അവരത് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാണോ ഇടാത്തത്? എന്നാൽ യൂളന്മാർ ആൻറ്റിസിമെട്രിക്ക് എന്ന ഓപ്ഷൻ കൊടുക്കാതിരിക്കണ്ടേ? കൊടുക്കാതിരുന്നേ കുഴപ്പം. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർക്കെതിരെ. അന്നേരം എനിക്ക് കയറി ഇത് ആൻറ്റിസിമെട്രിക്ക് അവനെ അറിയത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതെല്ലാവരും നിങ്ങൾ ഈ ഒറ്റ എടുത്തവനും പരീക്ഷ എഴുതുന്നവരും ഒരേ ഗ്രേഡിലുള്ളവരാണ്. അത് മനസ്സിലായില്ലേ? അവന്മാരിത് ആൻറ്റിസിമെട്രി എന്ന് പറയത്തില്ല, ഞാൻ മാത്രമേ ഇത് പറയുന്നത് കാണത്തുള്ളൂ. നിങ്ങൾക്ക് പ്രൂഫ് മനസ്സിലായത് എന്താണ്? ഈ ആൾക്കാർ 4 വിധത്തിലാണുള്ളത്. മനുഷ്യർ 4 വിധത്തിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പ്, ഹി ഹു നോസ് നോട്ട് ആൻഡ് നോസ് നോട്ട് ഹി നോസ് നോട്ട് ഹി ഈസ് എ ഫൂൾ, ഷൻ ഹിം. ഷൻ ഹിം എന്ന് അവോയ്ഡ് ഹിം എന്ന്. അതായത് ഒരുത്തന് ഒന്നും അറിയാൻ മേല എന്നുള്ളത് അവന് തന്നെ അറിയത്തില്ല. അവൻ അറിയത്തില്ല എന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. അവൻ മണ്ടനാണ്. അവോയ്ഡ് ഹിം, ഷൻ ഹിം എന്ന് പറയുന്നത്. അവൻ പറയുന്ന ആരും കണക്കിലെടുക്കണ്ട. രണ്ടാമത്തെ കൂട്ടർ, ഹി ഹു നോസ് നോട്ട് ആൻഡ് നോസ് ഹി നോസ് നോട്ട് ഹി സിമ്പിൾ, ടീച്ച് ഹിം എന്നാണ്. അറിയാൻ പാടില്ലെന്നുള്ള കാര്യം അവന് തന്നെ ബോധമുണ്ട്. അവന് ശല്യക്കാരനല്ല, അവനെ പഠിപ്പിച്ചാൽ മതി. മറ്റവനെ പഠിപ്പിക്കാനൊക്കെ അല്ല, കാരണം അവനിതെല്ലാം അറിയാമെന്നും പറഞ്ഞ് നടക്കുന്നത്. അവനെ പഠിപ്പിക്കാൻ പറ്റുമോ? മൂന്നാമത്തേത്, ഹി ഹു നോ, ഷീയുടെ വേണം ചേർത്ത് നിങ്ങളെ. ഹി ഹു നോസ് ആൻഡ് നോസ് നോട്ട് ഹി നോസ് ഹീസ് അസ്ലീപ്പ്, അവൈക്ക് ഹിം എന്നാണ്. അറിയാം, പക്ഷെ അറിയാമെന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. അവനെ ഉണർത്തിയാൽ മതി, പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഉണർത്തുക എന്ന് പറഞ്ഞാൽ അറിയാമെന്നുള്ള ബോധം അവനിൽ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നാലാമത്തെ ടൈപ്പ്, ഹി ഹു നോസ് നോട്ട് നോസ് ആൻഡ് നോസ് ഹി നോസ് ഹീ ഈസ് വൈസ്, ഫോളോ ഹിം എന്നാണ്. അറിയാം എന്നുള്ള കാര്യം അവന് തന്നെ അറിയാം, അവൻ ബുദ്ധിമാനാണ്, അവരെ പിന്തുടരൂ. ഇതൊക്കെ ഈ ചോദ്യം ഇട്ടവരൊക്കെ ഒന്നാമത്തെ ടൈപ്പാണ്. ഞാൻ രണ്ടാമത്തെ ടൈപ്പാണ്, നാലാമത്തെ അല്ല. ഒന്നാമത്തെ ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പാണ്. എനിക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അതെല്ലാവർക്കും കാണും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ അറിയാൻ പാടില്ലാത്ത കാര്യം സ്വയം അറിയണം, അതേ ഉള്ളൂ. അറിയാൻ പാടില്ലാത്തത് അവൻ്റെ കുഴപ്പമല്ലല്ലോ. പക്ഷെ അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാമെന്നും പറഞ്ഞ് നടക്കരുത്.
അത് പഠിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറിയാമെന്ന് പറയരുത്, അല്ലെങ്കിൽ നടിക്കരുത്. ഇത് അറിയാൻ മേലാത്ത കാര്യമായിട്ട് ചോദ്യം ഇടാൻ നടക്കുന്ന അറിയാൻ മേലെന്നുള്ള കാര്യം അവൻ അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇടാനായിട്ട് ചെല്ലത്തില്ലല്ലോ. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇതാ ബാക്കി ഒരു സെൻറ്റൻസിൽ എഴുതണേ. 3 and 4 implies A equal to B. So R is antisymmetric. അപ്പം ആൻറ്റിസിമെട്രിക്കും ശരിയാണ്, ട്രാൻസിറ്റീവും ശരിയാണ്. മഷി ഇതിനകത്ത് വീണതാണ്, അത് നേരത്തെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പം എത്രയായി സമയത്ത്? അത് വേറെ വീഡിയോ ആക്കി കഴിഞ്ഞു.